ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വഴുതനങ്ങ കറിയാണ്. കറിയല്ല, ഒരു ചെറിയ റോസ്റ്റ് പോലെ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് നിൽക്കുന്നതാണത്. ഇത് ചെയ്യാൻ ഇത്തിരി ലേറ്റായി. അപ്പോൾ വഴുതനങ്ങ കുറച്ച് മുളകും പൊടി, 1 സ്പൂൺ മുളകും പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വിനാഗിരി വാങ്ങി വയ്ക്കാം. പക്ഷെ ഞാനിന്ന് വിനാഗിരി ഒഴിച്ചിട്ടില്ല, വെളിച്ചെണ്ണയാണ് 1 സ്പൂൺ ഒഴിച്ചിരിക്കുന്നത്. എല്ലാം കൂടിയും കുഴച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഒരു കൈപ്പിടി ചുവന്നുള്ളി, പിന്നെ നല്ല ജീരകം, പിന്നെ ഉണക്കമുളക് ഇടും. പക്ഷെ ഉണക്കമുളക് ഇടില്ലാത്തതുകൊണ്ട് ചുവന്ന മുളക് തന്നെ ഇട്ടതാണ്. പിന്നെ ഒക്കെപ്പാടെ പൊരിച്ചെടുക്കുക. ലാസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൈപ്പിടി ഞാൻ പറഞ്ഞല്ലോ, ചുവന്നുള്ളി, മുളകും, പിന്നെ മുളകും പൊടി ഇത്തിരി, നല്ല ജീരകം, നമ്മളെ എല്ലാം പൊരിച്ചായി വന്ന് കഴിഞ്ഞാൽ തൈരും, നമ്മൾ ഈ സംഭവം പൊരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ മേലെ തൈര് ഒഴിക്കുക. വഴുതനങ്ങൻ്റെ മേലെ തൈര് ഒഴിച്ചിട്ട് ഈ തൂമിക്കുക. നമ്മൾ ചുവന്നുള്ളിയും പച്ചമുളകും മുളകും പൊടിയും നല്ല ജീരകത്തിൻ്റെതും എന്നിട്ട് തൂമിച്ച് കഴിഞ്ഞിട്ട് ആ തൈരിൻ്റെ മേലെ ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ചോറിക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണത്. ഞാൻ കഴിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചും കൊണ്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല, സംഭവം അടിപൊളിയാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം എനിക്കിഷ്ടമായി. സംഭവം രസമുണ്ട് കഴിക്കാൻ. എല്ലാവരും ചെയ്ത് നോക്കാം. ചിലപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അത് ഭയങ്കര ട്രെൻഡിങ് നിൽക്കണതായിരുന്നു. അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മസാല ഇപ്പോൾ പോണതിൻ്റെ മുന്നേ